പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം എന്ന സന്ദേശവുമായി യുവ പരിസ്ഥിതി പ്രവർത്തകന്റെ കാൽനട യാത്രയ്ക്ക് തുടക്കം. തട്ടേക്കാട് സ്വദേശിയായ സുധീഷ് തിരുവനന്തപുരത്തേക്കാണ് കാൽനടയായി സഞ്ചരിക്കുന്നത്. ഒരു പച്ച നടത്തം, അതാണ് സുധീഷ് തട്ടേക്കാടിന്റെ പദയാത്രയുടെ പേര്. തട്ടേക്കാട് നിന്നും വെള്ളിയാഴ്ച രാവിലെ യാത്ര ആരംഭിച്ചു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തം സമാപിക്കും. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് സുധീഷിന്റെ നടത്തത്തിന്റെ ലക്ഷ്യം. മഴയും വെയിലുമൊന്നും യാത്രയ്ക്ക് പ്രതിബന്ധമാകില്ല. ഉപഭോക്താക്കൾക്ക് നൽകുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും തിരികെ കടക്കാർ തന്നെ വാങ്ങുന്ന ഒരു സംസ്കാരം കൊണ്ടുവരണമെന്നാണ് സുധീഷിന്റെ നിർദ്ദേശം. പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം ആയിട്ട് തട്ടേക്കാട് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വരെ അവസാനിക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ, അത് തന്നെയല്ല പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് വസ്തുക്കൾ കടയിൽ വിൽക്കുന്നുണ്ടെങ്കിലും അതിന് 1-2 രൂപ വില കൂടുതൽ കസ്റ്റമറോട് വാങ്ങിച്ചിട്ട് ഉപയോഗം കഴിഞ്ഞ ശേഷം പ്ലാസ്റ്റിക് കവറുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികളോ തിരിച്ച് കടയിൽ കൊടുക്കുമ്പോൾ തിരിച്ച് ആ പൈസ ഉപഭോക്താവിന് കൊടുക്കുന്ന രീതിയിലൊരു സംവിധാനം വരികയും അങ്ങനെ വരുമ്പോൾ നമ്മൾ പുഴയിലോ കാട്ടിലോ നാട്ടിലോ നഗരങ്ങളിലേക്കോ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ആ രീതി ഇല്ലാണ്ടാവുകയും പ്ലാസ്റ്റിക് കടക്കാർ തന്നെ കൊണ്ടുപോയി അത് കമ്പനിയിൽ പോയി റീസൈക്കിൾ ചെയ്ത് നാട് മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. സുധീഷിന്റെ യാത്ര ആദ്യ ദിവസം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണവും നൽകി. ഊഞ്ഞാപ്പാറ MSLP സ്കൂൾ PTA-യും വിദ്യാർത്ഥികളും സുധീഷിനെ വരവേറ്റു. സ്വീകരണത്തിന് PTA പ്രസിഡന്റ് MD ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗം MC അയ്യപ്പൻ, PC ജോർജ്, ഗ്രേസി അവരാച്ചൻ, സിന്ധു സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ ഇലയിൽ തുടങ്ങി അത് പേപ്പറിലേക്ക് മാറി, പേപ്പറിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക് മാറി, പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തി, കമ്പ്യൂട്ടറിൽ നിന്ന് ഇപ്പോൾ ഹൈടെക് യുഗത്തിൽ നിൽക്കുമ്പോൾ സാമൂഹിക വിപത്തായ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏക വിഷയം. KCV ന്യൂസ്, കോതമംഗലം.